നമസ്കാരം. ആലപ്പുഴ CPM-ലെ പൊട്ടിത്തെറികൾ വീണ്ടും ചർച്ചയാവുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിലിൽ എത്തി നിൽക്കുമ്പോൾ ആലപ്പുഴയിൽ സഖാക്കളുടെ കൂട്ടരാജി പാർട്ടിക്ക് കനത്ത പ്രഹരമായി മാറി. കഴിഞ്ഞ ദിവസം ഒരു ഏരിയ കമ്മിറ്റി അംഗവും മുൻ ഏരിയ കമ്മിറ്റി അംഗവും പാർട്ടി വിടുകയുണ്ടായി. വിഭാഗീയതയിൽ മനം നൊന്താണ് രാജി എന്ന് ഇരുവരും രാജിക്കത്തിൽ പറയുന്നു. ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു ഇവർ രാജിവെച്ചത്. ഏരിയ കമ്മിറ്റി അംഗം KL പ്രസന്നകുമാരിയും മുൻ ഏരിയ കമ്മിറ്റി അംഗം B ജയചന്ദ്രനുമാണ് രാജിവെച്ചത്. 25 വർഷക്കാലമായി ഏരിയ കമ്മിറ്റി അംഗമാണ് പ്രസന്നകുമാരി. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KH ബാബു ജാൻ അടക്കമുള്ളവർ വിഭാഗീയത വളർത്തുന്നുവെന്നും പാർട്ടിയിലെ വിഭാഗീയതയിൽ മനം നൊന്താണ് രാജിയെന്നും ഇരുവരും അവരുടെ രാജിക്കത്തിൽ പറയുന്നുമുണ്ട്. ഇപ്പോഴിതാ ഇതിനെല്ലാം പുറമെ വീണ്ടും പാർട്ടിക്ക് തിരിച്ചടി ഉണ്ടായിരിക്കുകയാണ്. തിരഞ്ഞെടുപ്പ് കാലത്തുണ്ടായ പാനൂർ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് മുഖം രക്ഷിക്കാൻ പെടാപ്പാടുപെടുന്ന CPM-നെ കൂടുതൽ കുഴപ്പത്തിലാക്കിക്കൊണ്ട് ജില്ലാ പഞ്ചായത്ത് അംഗം കൂടിയായ ബിബിൻ സി ബാബു പാർട്ടിക്ക് അയച്ച കത്താണ് ഇപ്പോൾ തലവേദനയാകുന്നത്. CPM ആസൂത്രണം ചെയ്തു നടത്തിയ കായംകുളത്തെ സത്യൻ കൊലപാതക കേസിൽ തന്നെ പ്രതി ചേർത്തുവെന്നാണ് ബിബിന്റെ ആരോപണം. സ്ഥാനമൊഴിയുന്നുവെന്ന് കാണിച്ച് MV ഗോവിന്ദന് ബിബിൻ നൽകിയ കത്തിലാണ് വെളിപ്പെടുത്തൽ. വിഭാഗീയതയെ തുടർന്നാണ് ബിബിൻ അടക്കം 3 നേതാക്കൾ കത്ത് നൽകിയത്. 2001-ലാണ് സത്യൻ കൊല്ലപ്പെടുന്നത്. INTUC നേതാവും കോൺഗ്രസ് ഭാരവാഹിയുമായിരുന്നു കൊല്ലപ്പെട്ട സത്യൻ. കേസിലെ ബിബിൻ അടക്കം 6 പ്രതികളെയും 2006-ൽ കോടതി വെറുതെ വിട്ടിരുന്നു. ബിബിനാണ് രാജിക്കത്തിൽ കൊലപാതകത്തിലെ ഗൂഢാലോചന ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. കേസിൽ നിരപരാധിയായി തന്നെ പ്രതിയാക്കിയെന്നാണ് കത്തിലെ പരാമർശം. 19-ാം വയസ്സിൽ 60 ദിവസം ജയിലിൽ കിടന്നുവെന്നും കത്തിലുണ്ട്. കേസിൽ പുനരന്വേഷണം നടത്തണമെന്നാണ് ബിബിന്റെ ആവശ്യം. കേസിലെ പ്രതി തന്നെ വർഷങ്ങൾക്ക് ശേഷം ഈ കേസിൽ ഗൂഢാലോചന നടന്നുവെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണിപ്പോൾ. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ വരെ കേസിൽ പ്രതികളാണ്. കേസിലെ പ്രതികൾ ഇപ്പോഴും ഔദ്യോഗിക നേതൃത്വത്തിന്റെ തലപ്പത്തുണ്ട് എന്നും ബിബിൻ ആരോപിക്കുന്നു. ആലപ്പുഴയിലെ വിഭാഗീയതയാണ് ബിബിൻ ഉൾപ്പെടെ 3 നേതാക്കളുടെ രാജിയിലേക്ക് നയിച്ചത്. ഒരു തരത്തിലും പാർട്ടിക്കകത്ത് നിൽക്കാൻ കഴിയാത്ത നിലയിൽ കടുത്ത മാനസിക പീഡനം നടത്തുകയാണ്. സഖാക്കൾ നൽകുന്ന ഒരു പരാതിയിലും പരിഹാരമില്ലാത്ത അവസ്ഥയാണുള്ളത്. പ്രശ്നങ്ങൾ പരിഹരിച്ചുവെന്ന് കമ്മിറ്റിയെ തെറ്റിദ്ധരിപ്പിക്കുന്നു. എന്നാൽ ഒരു വിഭാഗം നടത്തുന്ന എല്ലാ പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾക്കും പാർട്ടി നേതാവ് സംരക്ഷണം നൽകുകയാണ് ചെയ്യുക എന്നും കത്തിൽ പറയുന്നു. ഞാൻ SFI ജില്ലാ പ്രസിഡന്റായും സെക്രട്ടറിയായും DYFI സംസ്ഥാന സമിതി അംഗമായും മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായും പാർട്ടി ഏരിയ കമ്മിറ്റി അംഗമായി 14 വർഷമായും പ്രവർത്തിച്ചു വരികയാണ്. വിദ്യാർത്ഥി യുവജന രംഗത്ത് പ്രവർത്തിക്കുമ്പോൾ 36 കേസുകളിൽ പ്രതിയായിരുന്നു. പാർട്ടി ആലോചിച്ചു നടത്തിയ RSS പ്രവർത്തകനായിരുന്ന സത്യൻ കൊലപാതക കേസിൽ നിരപരാധിയായിരുന്ന എന്നെ പ്രതിയാക്കിയതിനെ തുടർന്ന് 19-ാം വയസ്സിൽ ഞാൻ 65 ദിവസം ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട്. എൻ്റെ കുടുംബജീവിതത്തിന്റെ ഭാഗമായി ഉണ്ടായ ചെറിയ തെറ്റിന് എന്നെ അപമാനിച്ചു കഴിഞ്ഞു. എൻ്റെ സസ്പെൻഷൻ കാലാവധി കഴിഞ്ഞ് പാർട്ടിയിലേക്ക് തിരികെ എടുക്കുന്ന ഘട്ടത്തിൽ സഖാവ് KH ബാബു ജാൻ പഴയ ആരോപണങ്ങൾ വീണ്ടും ഉയർത്തിക്കൊണ്ട് മുന്നോട്ട് വരികയാണ്. മാത്രമല്ല, ഞാൻ BJP-യിലേക്ക് പോകുന്നുവെന്ന കള്ളം സഖാക്കളുടെ ഇടയിൽ പ്രചരിപ്പിക്കുകയാണ്. എന്നെ ഒരു കാരണവശാലും പാർട്ടിയിൽ പ്രവർത്തിക്കാൻ അനുവദിക്കില്ല എന്ന ബാബുജാന്റെ തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് എന്നെ പാർട്ടി ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തിയിട്ടുള്ളത് എന്ന് വ്യക്തമാണ്. എനിക്ക് പാർട്ടിയിൽ പ്രവർത്തിക്കാൻ അങ്ങേയറ്റം ആഗ്രഹമുണ്ട്. എന്നാൽ അതിന് വിഘാതമായ നടപടിയാണ് ഇവിടെ ഉണ്ടായത്. ഈ സാഹചര്യത്തിൽ എൻ്റെ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം ജില്ലാ പഞ്ചായത്ത് അംഗത്വവും ഒഴിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ജീവിതം മുഴുവൻ പാർട്ടിയിൽ പ്രവർത്തിക്കണമെന്ന ആഗ്രഹവുമായി നിൽക്കുന്ന എന്നെപ്പോലുള്ളവരെ വ്യക്തിവൈരാഗ്യം തീർക്കാൻ പാർട്ടിക്ക് നേതൃത്വം കൊടുക്കുന്നവർ ശ്രമിക്കുന്നതിനെ പറ്റി പിന്നീട് പാർട്ടി പരിശോധിക്കുന്ന ഘട്ടത്തിൽ ബോധ്യപ്പെടും. ബിബിൻ കത്ത് ചുരുക്കുന്നു. 2001 നിയമസഭാ തെരഞ്ഞെടുപ്പിനെ തുടർന്നാണ് INTUC നേതാവ് സത്യൻ വധിക്കപ്പെട്ടത്. കിരിക്കാട്, കരുവാറ്റംകുഴി, ചാപ്രയിൽ അജികുമാർ, സഹോദരൻ അനിൽകുമാർ, പത്തിയൂർ ഇരവ് പടിഞ്ഞാറ്റമുറി പ്രദീപ്, ചാപ്രയിൽ കിഴക്കേതിൽ പ്രമോദ്, കോട്ടൂർ തെക്കേത്തറ വീട്ടിൽ സുരേഷ്, കരുവാറ്റംകുഴി കളിക്കാൽത്തറ വീട്ടിൽ ബിബിൻ ബാബു, ആറാട്ടുപുഴ
കള്ളിക്കാട്ടുമുറി, വഞ്ചിപ്പുരയ്ക്കൽ വീട്ടിൽ ബിജു എന്നിവരായിരുന്നു കേസിൽ പ്രതികൾ. ഇവരെ ആലപ്പുഴ അതിവേഗ കോടതി ജഡ്ജി എൻ സുഗണനാണ് വെറുതെ വിട്ടത്.